ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. കേട്ടറ്റ് എക്സാമൊക്കെ അടുത്ത് വരല്ലേ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കിയിട്ട് ഓർത്ത് വെക്കാനുള്ള എന്തെങ്കിലും സൂത്രങ്ങൾ അല്ലെങ്കിൽ കോഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ കോഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള EVSൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ട് പോകണം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോകളിൽ EVSലുള്ള എല്ലാ ടോപ്പിക്കുകളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയാൽ EVSൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇപ്പോൾ CaOH2 ചുണ്ണാമ്പ് എന്ന രാസവാക്യമുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മണ്ണിൻ്റെ ആമ്ലത്വം കുറയ്ക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചുണ്ണാമ്പ് ക്ഷാര സ്വഭാവമുള്ള ഒരു അജൈവ സംയുക്തമാണ് CaOH2 എന്ന് പറയുന്നത്. അതാണ് മണ്ണിൻ്റെ ആമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? അസറ്റോബാക്ടർ, ആക്സിറ്റോബാക്ടീരിയ, ക്ലോറോഫ്ലെക്സി, പ്രോബയോട്ടിക്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾക്ക് എക്സാമൊക്കെ അടുത്ത് വരില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? അപ്പോൾ അത് അസറ്റോബാക്ടറാണ്. അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. തേർഡ് ക്വസ്റ്റ്യൻ, വയലൻസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? വയലൻസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ. വില്യം ഗൗഡ്, വന്ദന ശിവ, ചാൾസ് എഡ്സൺ, ഡോക്ടർ MS സ്വാമിനാഥൻ. എന്താണ് കറക്റ്റ് ആൻസർ? വന്ദന ശിവയാണ്. വയലൻസ് ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ. വന്ദന ശിവ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകയും തത്വചിന്തകയും ഗ്രന്ഥകാരിയുമാണ് വന്ദന ശിവ. ശാസ്ത്ര ക്ലാസ്സിൽ പലതരം പഠിതാക്കളുണ്ട്. ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു പഠിക്കാനും ഇഷ്ടപ്പെടുന്നവരും തെറ്റിനെക്കുറിച്ച് ആശങ്കയില്ലാത്തതുമായ വിഭാഗം. ശാസ്ത്ര ക്ലാസ്സിൽ നോക്കിയേ, പലതരത്തിൽ നമ്മുടെ ക്ലാസ്സുകളിൽ പലതരത്തിലുള്ള പഠിതാക്കളുണ്ട്. ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്ത് പഠിക്കാനും ഇഷ്ടപ്പെടുന്നവരും തെറ്റിനെ കുറിച്ചിട്ട് ആശങ്കയില്ലാത്തതുമായ വിഭാഗം പഠിതാക്കൾ ക്രിയാത്മക പഠിതാക്കൾ, സാമാന്യയുക്തി പഠിതാക്കൾ, ഭാവനാത്മക പഠിതാക്കൾ, വിശകലനാത്മക പഠിതാക്കൾ. എന്താണ് കറക്റ്റ് ആൻസർ? ക്രിയാത്മക പഠിതാക്കളാണ് കറക്റ്റ് ആൻസർ. ഡൈനാമിക് ലേണേഴ്സ്. നെക്സ്റ്റ്, കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളായ പോളി ഹൗസ് ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്, പ്രസിഷൻ ഫാമിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഈ കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളായ ഈ ഫാമിങ്ങുകളൊക്കെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പോരാത്തതിന് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് കാണാം. അപ്പോൾ എന്താണ് ഇപ്പോൾ കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളായ
പോളി ഹൗസ് ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പ്രെസിഷൻ ഫാമിംഗ് ഇവയൊക്കെ കുറിച്ചിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയ ഫസ്റ്റത്തെ, എയ്റോപോണിക്സിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു. പോളി ഹൗസ് ഫാമിങ്ങിൽ താപനിലയുടെ ക്രമീകരണം സസ്യ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. മണ്ണിനെ പഠിച്ച ശേഷം കൃഷി ഇറക്കുന്ന സമ്പ്രദായമാണ് ഹൈഡ്രോപോണിക്സ്. മത്സ്യ വളർത്തലുമായി സഹകരിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്ന കൃഷിരീതി നടത്തി വരുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണെന്ന് പറയുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1, 2, 2, 4, 3, 4, 2, 3. ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? 2, 4 എന്നതാണ് കറക്റ്റ് ആൻസർ. നോക്കിയേ, രണ്ടാമത്തെ എന്താണ്? പോളി ഹൗസ് ഫാമിങ്ങിൽ താപനിലയുടെ ക്രമീകരണം സസ്യ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. അത് കറക്റ്റാണ്. 4 എന്താണ്? മത്സ്യ വളർത്തലുമായി സഹകരിച്ചു കൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്ന കൃഷിരീതി നടത്തി വരുന്നു. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ ചെയ്യുന്ന കൃഷിയാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പോഷകമൂല്യങ്ങളൊക്കെ ജലത്തിൽ കലർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മറ്റേത് രണ്ടും തെറ്റാണ്. രണ്ടാമത്തത് 2, 4 ആണ് കറക്റ്റ്. ആദ്യത്തിൽ നോക്കിയ എയറോപോണിക്സിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു. അതായത് എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ വായുവിൽ ചെയ്യുന്ന കൃഷിയാണ്. പിന്നെ മൂന്നാമത്തതോ മണ്ണിനെ പഠിച്ച ശേഷം കൃഷി ഇറക്കുന്ന സമ്പ്രദായമാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സിലും മണ്ണിൻ്റെ ആവശ്യമില്ല, വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1ഉം 3ാമത്തേതും 1ാമത്തേതും തെറ്റാണ്. 2ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുവർണ വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം, കുറേ വിപ്ലവങ്ങളെയൊക്കെ കുറിച്ചിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അതേപോലെ ഹോർട്ടിക്കൾച്ചർ, പിസിക്കൾച്ചർ, എപ്പിക്കൾച്ചർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ സുവർണ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വിലയേറിയ ധാതുക്കൾ, പയറുവർഗ്ഗങ്ങൾ, ചണം, ഹോർട്ടിക്കൾച്ചറും തേനും. എന്താണ് കറക്റ്റ് ആൻസർ? ഹോർട്ടിക്കൾച്ചറും തേനുമാണ് സുവർണ വിപ്ലവം. മൊത്തത്തിലുള്ള ഹോർട്ടിക്കൾച്ചർ, തേൻ, പഴങ്ങളുടെ ഉൽപ്പാദനം, പൂക്കൾ, ഔഷധ ഗുണം, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുമായിട്ടാണ് സുവർണ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ഫൈബർ വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചണം ഉൽപ്പാദനവുമായിട്ടാണ് ഗോൾഡൻ ഫൈബർ വിപ്ലവം. ചണം ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ ഫൈബർ വിപ്ലവം. ഇനി പീത വിപ്ലവം എണ്ണക്കുരു ഉൽപ്പാദനമാണ് പീത വിപ്ലവം. നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യോൽപാദനമാണ് നീല വിപ്ലവം. ധവള വിപ്ലവം പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ്, പാലുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ചുവന്ന വിപ്ലവം മാംസം, തക്കാളി ഉൽപ്പാദനം ഇതൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേ വിപ്ലവം രാസവളങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിപ്ലവങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് പോകണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത GNPയുടെ കണക്ക് കൂട്ടൽ, GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗൃഹ പ്രഭാവം, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന വിത്തുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത വിപ്ലവം എന്താണ്? പരിസ്ഥിതി സംരക്ഷണവും ഹരിതഗൃഹ പ്രഭാവവും ഹരിത GNPയുടെ കണക്കൂട്ടലൊന്നുമല്ല. ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന വിത്തുകൾ എന്നതാണ് കറക്റ്റ് ആൻസർ. ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന വിത്തുകൾ, HYV സീഡ്സ്, ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്. പിന്നെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ജലം അണുവിമുക്തമാക്കാൻ സഹായിക്കാത്തത്? ഫിൽട്രേഷൻ, ക്ലോറിൻ ഗുളികകൾ, തിളപ്പിക്കൽ, ആലം. താഴെ പറയുന്നവയിൽ ഏതാണ് ജലം അണുവിമുക്തമാക്കാൻ സഹായിക്കാത്തത്? ഫിൽട്രേഷനാണെന്നല്ലേ, അരിച്ചെടുക്കുക, ഫിൽട്രേഷൻ. ഇപ്പോൾ ഒരു ദ്രാവകത്തിൽ നിന്നോ വാതകത്തിൽ നിന്നോ ഖരപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫിൽട്രേഷൻ. ജലം അണുവിമുക്തമാക്കാൻ
ഫിൽട്രേഷൻ സഹായിക്കുന്നില്ല. അത് നമ്മൾ ഖരപദാർത്ഥങ്ങൾ അരിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അണുവിമുക്തമാക്കാനും രോഗകാരികളെ കൊല്ലാനും ക്ലോറിൻ ജലത്തിൽ ചേർക്കുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ. അണുവിമുക്തമാക്കാനും രോഗകാരികളെ കൊല്ലാനും ക്ലോറിൻ ജലത്തിൽ ചേർക്കുന്ന പ്രക്രിയ ക്ലോറിനേഷൻ. ജലം അണുവിമുക്തമാക്കാൻ ആലം ചേർക്കുന്ന പ്രക്രിയയാണ് കൊയാഗുലേഷൻ. അല്ലെങ്കിൽ തിളപ്പിച്ചാലും ജലം അണുവിമുക്തമാക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫിൽട്രേഷൻ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഭൂമിയുടെ കാമ്പിൽ കാണപ്പെടുന്നത്? ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലേ? ഭൂമിയുടെ 3 ഭാഗങ്ങൾ, ഉള്ളറയുടെ 3 ഭാഗങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഭൂമിയുടെ കാമ്പിൽ കാണപ്പെടുന്നത്? മഗ്നീഷ്യം, അയൺ, സിലിക്ക. ഏതാണ് കാമ്പിലുള്ളത്? അയൺ അല്ലേ? ഫെറസ്. അയൺ അല്ലെങ്കിൽ ഫെറസ്. നിഫെ എന്ന് പറയും. ഭൂമിയുടെ കാമ്പിനെ നിഫെ എന്ന് പറയും. നിക്കലും അയണും. ഫെറസ്. കാമ്പ് പൂർണ്ണമായും ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിയാലും സിമയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? സിലിക്കണും അലൂമിനിയവും സിലിക്കണും മാഗ്നീഷ്യവും ഒക്കെ. അപ്പോൾ ഈ കാമ്പിൽ കാണപ്പെടുന്നത് അയണാണ്, ഫെറസ്. നെക്സ്റ്റ്, ഗ്രഹചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജോഹാനസ് കെപ്ലർ, ഗലീലിയോ ഗലീലി, കോപ്പർനിക്കസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗ്രഹചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ജോഹാനസ് കെപ്ലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ, ബാരോമീറ്റർ, കണ്ടക്ടിവിറ്റി മീറ്റർ, തെർമോമീറ്റർ. ഹൈഗ്രോമീറ്ററും ബാരോമീറ്ററും ഒക്കെ നമ്മൾ മുൻപത്തെയൊക്കെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണമാണ് കണ്ടക്ടിവിറ്റി മീറ്റർ. നെക്സ്റ്റ്, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ്. ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? എന്താണ് ആൻസർ? വ്യാഴാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. വ്യാഴത്തിൻ്റെ 7ാമത്തെ ഉപഗ്രഹമായ ഗാനിമീഡ് ഗലീലിയോ ആണ് കണ്ടെത്തിയത്. അയോ, കാലിസ്റ്റോ, യൂറോപ്പ എന്നിവ ഉൾപ്പെടുന്ന ഗലീലിയൻ ഉപഗ്രഹങ്ങളിലൊന്നാണ് ഗാനിമീഡ്. അപ്പോൾ ഗാനിമീഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. നെക്സ്റ്റ്, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം? സുഷുമ്നാ നാഡികൾ, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. കളി രീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതി ഏത്? അന്വേഷണ രീതി, മോണ്ടിസോറി രീതി, എഴുത്ത് രീതി, പ്രസംഗ രീതി. കളി രീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതിയാണ് മോണ്ടിസോറി രീതി. നെക്സ്റ്റ്, കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത്? കളി ഉപകരണങ്ങൾ വില കൂടിയതായതിനാൽ, ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ആയതിനാൽ, ഉപകരണങ്ങൾ സുലഭമായതിനാൽ, പ്രകൃതി ഉപകരണങ്ങൾ സുലഭമായതിനാൽ എന്നാണ് കേട്ടോ. നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ. അപ്പം എന്താണ് കറക്റ്റ് ആൻസർ? കളി ഉപകരണങ്ങളുടെ വില കൂടിയതായതിനാലല്ല, ഉപകരണങ്ങളിൽ പ്ലാസ്റ്റിക് ആയതിനാലല്ല, ഉപകരണങ്ങൾ സുലഭമായതിനാലല്ല. എന്താണ്? നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വേണം. എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് പഠിക്കുക, നോട്ട് കുറിച്ച് വെക്കുക, കോഡിലൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലോണം പഠിക്കുക.